പർപ്പിൾ, ഇങ്ങനെ ബ്ലൂ, ഈ 5 കളറിലാണ് ഇത് ഓരോരുത്തർ കാണാൻ പറ്റുക. അപ്പം മഞ്ഞ കാണുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഇത് പഠിക്കാൻ പറ്റും. റെഡ് കാണുകയാണെങ്കിൽ അവർ ചെറുപ്പത്തിലെ മെൻ്റൽ ട്രോമ എന്തോ ഉണ്ട്, ആ ട്രോമ ചെറുപ്പത്തിൽ എന്തോ ഒരു പേടിച്ച് ഭയമുണ്ടാവും, ആ ഭയമുള്ളവർക്ക് റെഡിൽ കാണാം. അപ്പോൾ അവർക്ക് കുറച്ച് സമയം പിടിക്കും ഇത് മാറി കിട്ടാൻ. നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിത്രാത്മജനാണ്. തൃശ്ശൂരുകാരനാണ്, എടുത്തു പറയേണ്ടതില്ല, നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എം തിയറി നമ്മുടെ മിത്രാത്മജൻ വഴിയാണ് പ്രശസ്തമായിരിക്കുന്നത് അല്ലേ? എം തിയറി നേരത്തെ അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല, വേറെ ആരും ചെയ്തും കണ്ടിട്ടില്ല. ഇപ്പം അങ്ങനെയാണ് പുതിയ പുതിയ അറിവുകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പം ഈ ഒരു കാലയളവിൻ്റെ ഇടയ്ക്ക് ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. അപ്പം അതുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു 6 മാസ കാലത്തിനിടയ്ക്ക്. എനിക്കൊന്ന് മെഡിറ്റേഷൻ്റെ കാര്യം എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് എന്താണെന്നുള്ളത് നമ്മൾ പ്രേക്ഷകരോട് വിശദീകരിക്കാം. എനിക്കും തുടക്കത്തിൽ തന്നെ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ? അതെ, ഞാൻ ത്രാടക അല്ലെങ്കിൽ ത്രാട്ടിക മെഡിറ്റേഷനെ കുറിച്ച് പറയാം, പിന്നെ നമ്മുടെ അപ്ഡേഷനെ കുറിച്ചൊക്കെ പറയാം. അതെ, ആസ്ട്രോ അക്കാഡമി അത് നല്ല രീതിയിൽ തന്നെ റൺ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ജ്യോതിഷന്മാർ പുറത്തേക്ക് പഠിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം അവരൊക്കെയാണ് തോന്നുന്നു കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ലേ? ലൈവായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് കുറേ അപ്പോയിൻമെന്റ്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഇപ്പം അവരൊക്കെയാണ് സഹായിച്ച് പോരുന്നത് അല്ലേ? അവർ അപ്പോയിൻമെന്റ്സ് ചെയ്തു പോരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മെഡിറ്റേഷനിലേക്ക് തന്നെ ആദ്യം കിടക്കാം. ഇതുവരെ ചെയ്യാത്തതും സംസാരിക്കാത്ത ഒരു കാര്യമുണ്ട്, നമുക്ക് അത് തന്നെ സംസാരിക്കാം. ഓക്കെ. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മുടെ 6 മാസം കൊണ്ട് ഞാനൊരു 500ഓളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് ഇപ്പൊ 800ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ബാച്ച് 1, 2, 3 കഴിഞ്ഞ് 4 നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി 5ാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. അതിൽ നമുക്കിപ്പോൾ ഒരു 800ഓളം സ്റ്റുഡൻസ് വന്നതിൽ 50 സ്റ്റുഡൻസ് പക്ക ഫലം പ്രയോഗിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അതിൽ 10 സ്റ്റുഡൻറ്റ് ഞാൻ എൻ്റെ പിൻഗാമിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്റെ പിൻഗാമികൾ 10 സ്റ്റുഡന്റ് ആണ്. അപ്പൊ അല്ലല്ല, എല്ലാ ജില്ലകളിലും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അവരെ വെച്ചുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിലും ഓഫീസ് ആരംഭിക്കുമ്പോൾ പലരും വിദേശത്തുണ്ട് കേട്ടോ. ഒരുപാട് വിദേശത്തും സൗദി അറേബ്യ, ഖത്തർ പോലെ സ്ഥലത്ത്, അമേരിക്ക, അവരൊക്കെ ഓൺലൈനായിട്ട് പഠിച്ചവരെല്ലാവരും ഉണ്ട്. അപ്പൊ അതിൽ 10 സ്റ്റുഡന്റിനെ നമ്മൾ കേരളം മുഴുവൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അപ്പോയിന്റ്മെന്റ് വരുന്നവരൊക്കെ സ്റ്റുഡന്റിനെയാണ്. അത് നിങ്ങൾക്ക് എന്റെ സ്റ്റുഡന്റിനെ ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ എന്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ 5000 പേരെ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു. ഇനി സ്റ്റുഡന്റിനെ കൊണ്ട് എടുപ്പിക്കാനാണ് പ്ലാൻ. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്നോട് സംസാരിക്കുന്ന 10 മിനിറ്റ് സംസാരിക്കും. അയ്യോ, എന്നെക്കാളും നന്നായിട്ട്, അതായത് ഞാൻ പഠിപ്പിച്ച പോലെ എന്നല്ലാണ്ട് എന്നെക്കാളും നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ല, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഒരു ജ്യോതിഷത്തിനെ കുറിച്ച് യാതൊരു ടച്ചും ഇല്ലാത്ത ആളാണ് പെട്ടെന്ന് പഠിക്കുന്നത്. ജ്യോതിഷത്തെ കുറിച്ച് കുറെ പഠിച്ചവരാണെങ്കിലേ അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന പോലെയാ. ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ CBSE പിള്ളേരെ കൊണ്ടുപോയി അവർക്ക് ആ കൺഫ്യൂഷനാണ്. പക്ഷെ ഒന്നും അറിയാത്തവൻ പെട്ടെന്ന് പഠിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് ഒന്നും അറിയാത്തവർക്കാണ് ഇത് ഈസിയായിട്ട് പഠിക്കാൻ പറ്റുക. നമ്മുടെ തിയറി പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഈസിയായിട്ട്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് പഠിപ്പിക്കണം. പിന്നെ കോൺഫിഡന്റ് ഉണ്ട്, അതല്ല പറഞ്ഞ ഒരു ഓവർ കോൺഫിഡന്റ് ആണ് അവർക്ക്. ഇപ്പോൾ എന്നോട് പറയുന്നത്, മാഷെ അപ്പോയിന്റ്മെന്റ് വരുന്നത് ഞങ്ങൾക്ക് തായോട്ടാ, ഞങ്ങൾക്ക് തായോന്ന് പറഞ്ഞേ. അതായത് അവരെടുത്ത് കൊടുക്കാൻ മാത്രം ധൈര്യമായി. പിന്നെ നമ്മുടെ എല്ലാ സ്റ്റുഡന്റിനും, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരായാലും നമ്മുടെ എല്ലാ സ്റ്റുഡന്റിനും അപ്പോയിന്റ്മെന്റ് എടുത്താൽ എല്ലാവരും ഒരു പോയിന്റിൽ വന്ന് നിൽക്കുക. നേരെ മറിച്ച് നമ്മുടെ ജ്യോതിഷികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ജാതകം കൊണ്ട് ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴും ഓരോരുത്തരും ഓരോരോ കാര്യം പറയുക. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ എം തിയറി പഠിച്ച സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് എവിടെ പോയാലും വളഞ്ഞു വന്നാലും അവസാന പോയിന്റ് നിങ്ങളുടെ കർമ്മം ഇതാണ്, നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്, നിങ്ങളുടെ മരണം ഇങ്ങനെയാണ്, മുൻജന്മം ഇതാണ്. അത് അവസാനം എല്ലാവരും ഒരു പോയിന്റേ പറയുള്ളൂ. ആരെടുത്ത് പോലെ അങ്ങനെ പറയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തേക്കുന്നത്. സോ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ 10 സ്റ്റുഡൻറ്റ്, അതായത് ടോപ്പ് സ്റ്റുഡൻറ്റിനെ 10 സെലക്ട് ചെയ്തു. 50 സ്റ്റുഡൻസ് ഇപ്പം നമുക്കിപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ട്രെയിനിങ് ഉണ്ട്, പൈസ മേടിച്ചിട്ടുള്ള ട്രെയിനിങ്, എല്ലാ കാര്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ക ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ 50 സ്റ്റുഡൻറ്റിനെ ഇറക്കാനാണ് പ്ലാൻ. അപ്പോൾ അടുത്ത 2027 നമ്മളൊരു 50 സ്റ്റുഡൻറ്റ് എം തിയറിയിൽ 50 സ്റ്റുഡൻറ്റിനെ ഇറക്കിയിട്ട് ഇവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതായത് സ്റ്റുഡൻസിന് പണം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വരുമാനം കൊടുക്കുക, അവർക്ക് നല്ലൊരു ആ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആ ജ്യോതിഷത്തിൽ നല്ലൊരു ഹാൻഡ് ഉണ്ടാക്കി കൊടുക്കാനാണ് എൻ്റെ ലക്ഷ്യം. സോ അതന്നെയാണ് എൻ്റെ ഇതും. സോ പിന്നെ നമ്മൾ ചെയ്യാൻ പോണത്, ഇപ്പോൾ ഈ ചാനലിൽ കുറേ പേര് ഈ മെഡിറ്റേഷൻ, ധ്യാനത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് പലർക്കും മെഡിറ്റേഷൻ ചെയ്യണം, ധ്യാനം ചെയ്യണം എന്നൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതെങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം, ഒരു പ്രോപ്പറായിട്ടുള്ള ഗുരു അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് മെഡിറ്റേഷൻ എന്താ? സൂപ്പർ. നമ്മൾ പറയില്ലേ, മെഡിറ്റേഷൻസ് ഒരുപാടുണ്ട് യൂട്യൂബിൽ. പക്ഷെ ഏത് തിരഞ്ഞെടുക്കണമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് മെഡിറ്റേഷനാണ് ത്രാട്ടിക അല്ലെങ്കിൽ ത്രാടക, 3-ാം കണ്ണ് തുറക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ. ഈ 3-ാം കണ്ണ് തേടയും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വരും.
അപ്പോൾ ഈ തേർഡ് ഐ തുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും തേർഡ് ഐ മെഡിറ്റേഷൻ ഒരുപാടുണ്ട്. കുണ്ടലിനി മെഡിറ്റേഷൻ ഉണ്ട്, തേർഡ് ഐ മെഡിറ്റേഷൻ ഉണ്ട്. രണ്ടാണ് കേട്ടോ. കുണ്ടലിനി മെഡിറ്റേഷൻ കേതുവിനെ റെപ്രസെന്റ് ചെയ്യും. ഈ പറയുന്ന ഇവിടുത്തെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കേതുവിനെ രാഹുവിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ രാഹുവിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ രാഹു സ്പീഡാണെന്നറിയാം, ഫാസ്റ്റ് ആണെന്നറിയാം. അപ്പോൾ രാഹുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് പറഞ്ഞു കൊടുക്കുന്നതാണ് സ്പീഡ്. കേതുവിനെ കുണ്ടലിനി മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും, വർഷങ്ങളെടുക്കും. അത് മന്ത്രങ്ങളും ഇതൊക്കെ ആയിട്ട് ഈ മന്ത്രം വരുന്ന എല്ലാ മെഡിറ്റേഷനും കേതുവിനെ റെപ്രസെന്റ് ചെയ്യും. താന്ത്രിക് കർമ്മം, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കഥ പഠിച്ചിട്ടില്ലേ, മുരുകനും ഗണപതിയും കൂടിയിട്ട് ജ്ഞാനപ്പഴം എന്ന് പറഞ്ഞത് ഭൂമി മുഴുവൻ വലം വയ്ക്കാൻ പറയുമ്പോൾ ഇവൻ പോയിട്ട് ശിവന് പറഞ്ഞു. അപ്പോൾ ഭൂമി മുഴുവൻ വലം വയ്ക്കാൻ പോയി. പക്ഷെ ഗണപതി എന്ത് ചെയ്തു, അച്ഛനമ്മന് വലം വെച്ചിട്ട് മാമ്പഴം എടുത്ത് കഴിച്ചു. അപ്പോൾ അവർ പറഞ്ഞ തത്വം എന്താ വെച്ചാൽ താന്ത്രികമാണ് ഗണപതിനെ ബേസ് ചെയ്തിട്ട്, മാന്ത്രികമാണ് ഈ പറയുന്ന മാന്ത്രികമാണ് ഈ ഗണപതിനെ ബേസ് ചെയ്തിട്ട്, താന്ത്രികമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ലോങ് ചുറ്റി യാത്ര ചെയ്ത് ഒരുപാട് ആളുകളെ കണ്ട് ധ്യാനത്തിലേക്ക് പോകുന്ന മെഡിറ്റേഷനിലേക്ക് പോകുന്നവർ രാഹുവിനെ റെപ്രസെന്റ് ചെയ്യും. ഒരു സ്ഥലത്ത് ഇരുന്ന് മെഡിറ്റേഷനും ധ്യാനവും എല്ലാം ചെയ്തിട്ട് ചെയ്യുന്നവർ വർഷങ്ങളെടുക്കും. പക്ഷെ ഗുരുവിൻ്റെ ആവശ്യമില്ല, വേറെ ആരുടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഈ രാഹുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മെഡിറ്റേഷനാണ്. ത്രാടക എന്ന് പറയും, ചിലർ ത്രാട്ടിക് എന്ന് പറയും. ഫാസ്റ്റ്, ഈ ലോകത്ത് ഇന്ന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും ഫാസ്റ്റ് മെഡിറ്റേഷൻ. ചിലപ്പോൾ ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കുറെ പേര്. ഈ ഒരു മെഡിറ്റേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ അഗ്നി, അതായത് നമ്മൾ ഇപ്പൊ പൂജനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താണ്, ഹോമകുണ്ടം അഗ്നി അല്ലെ. അമ്പലത്തിൽ ദൈവം എന്ന് പറയുമ്പോൾ മുമ്പിൽ വിളക്കത്തിച്ചുണ്ടാവും ഇല്ലേ. വിളക്കിനെ റെപ്രസെന്റ്, അപ്പം നമ്മൾ വീട്ടിൽ പൂജ വഴിപാടുന്ന പൂജാ റൂമിൽ ഒരു വിളക്കത്തിച്ചിരിക്കും ഇല്ല. പിന്നെ വൈകിട്ട് 6 മണിക്ക് നമ്മൾ നിലവിളക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വിളക്കുണ്ടാവും. ഈ വിളക്കും അഗ്നിയുമാണ് പ്രധാനം അല്ലേ. നമ്മൾ എല്ലാം എവിടെ പോയാലും വിളക്ക്, എന്തൊരു ഹോട്ടൽ ഉദ്ഘാടനം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കട ഉദ്ഘാടനം ചെയ്യുമ്പോഴും വിളക്ക് കത്തിക്കുന്ന സംഭവം, ദീപം, അതാണ് അഗ്നി അല്ലേ. യെസ്, പരിശുദ്ധി. അപ്പൊ ഈ അഗ്നിയെ വെച്ചുള്ള മെഡിറ്റേഷൻ ആണ് ഭയങ്കര ഫാസ്റ്റസ്റ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മെഡിറ്റേഷൻ നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ എങ്ങനെ, വെറുതെ പറച്ചില്ലല്ല, അതെന്താണ് എങ്ങനെയാണ് എന്ന് ചെയ്യേണ്ടത് എന്നുള്ള രീതി വളരെ വ്യക്തമായിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കാം. കുഴപ്പമില്ലല്ലോ നമ്മൾ പ്രേക്ഷകർക്ക്. ഒരു മെഴുകുതിരിയും തീപ്പെട്ടാണ്, ഒരു മെഴുകുതിരി വെച്ചിട്ട്. അപ്പൊ വീട്ടിൽ മെഴുകുതിരി വെച്ചിട്ട്, മെഴുകുതിരിയാണ് എളുപ്പം. അത് ഈ ചെറിയ മെഴുകുതിരല്ല, വലിയ മെഴുകുതിരി. ഇല്ല, മെഴുകുതിരി തന്നെ വേണം. അത് ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ പ്രേക്ഷകർ ഞാൻ പറഞ്ഞുതരാം അതെന്താന്ന്, ചേച്ചിക്കും പറഞ്ഞുതരാം കറക്റ്റായിട്ട്. അത് അതുപോലെ തന്നെ ചെയ്താലാണ് വർക്കൗട്ട് ആവുള്ളൂ. ബട്ട് 1 മാസം കൊണ്ടും റിസൾട്ട് കിട്ടും, 2 മാസം കൊണ്ട്, മാക്സിമം 3 മാസം കൊണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. കുഴപ്പമില്ല, ചാനലിലൂടെ. അല്ലെ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് കൊടുക്കണ്ടേ ജനത്തിന്, അങ്ങനെ കൊടുക്കുന്നതാണ് ഈസി. അപ്പൊ ഞാനത് കാണിച്ചു തരാം ജസ്റ്റ്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മെഡിറ്റേഷൻ, അതായത് ഫാസ്റ്റസ്റ്റ് മെഡിറ്റേഷൻ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അമ്പലത്തിൽ അഗ്നി കത്തിക്കുന്നത്, നമ്മൾ മെഴുകുതിരി പ്രാർത്ഥിക്കുന്നത്, എല്ലാം ഫാസ്റ്റസ്റ്റ് ആയിട്ട് അഗ്നി. ഏതിനും അഗ്നി കണക്റ്റഡാ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാൽ സിദ്ധർമാർ കണക്ഷൻ ഉണ്ട്. അവർ വെച്ചപ്പോൾ അവർ പറഞ്ഞതും ഇത് തന്നെയാണ്, അഗ്നിയെ റെപ്രസെന്റ് ചെയ്യുന്ന. അപ്പോൾ അവർ സൂര്യ നമസ്കാരം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ വിദേശികൾ സൂര്യ നമസ്കാരം ചെയ്യും, സൂര്യൻ അഗ്നിയാണ്. ചന്ദ്ര മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ സൂര്യൻ അഗ്നി ആയതുകൊണ്ട് സൂര്യനെ ധ്യാനിക്കുന്ന സൂര്യ നമസ്കാരമാണ് ഏറ്റവും ബെസ്റ്റ് ധ്യാനം എന്നാണ് വിദേശികൾ പറയുന്നത്. കാരണം അത് സൂര്യനാണ്. അപ്പം നമുക്ക് സൂര്യനെ എപ്പോഴും കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ അല്ലേ. നമ്മളിപ്പോൾ ഡെയിലി സൂര്യനെ കാണുമെന്ന് വെച്ചാലും കാണാൻ പറ്റില്ല, മേഘങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ അഗ്നി, മെഴുകുതിരിയോ അഗ്നിയോ വെച്ചിട്ട് വിളക്ക് കത്തിക്കുകയോ ചെയ്യലാണ്. അപ്പോൾ വിളക്ക് കത്തിച്ചുകൊണ്ടും ചെയ്യാം, മെഴുകുതിരി വെച്ചിട്ടും ചെയ്യാം. ഇപ്പം മെഴുകുതിരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ മെഴുകുതിരി അല്ല നമ്മൾ പറയാ, വണ്ണം കൂടിയ മെഴുകുതിരില്ലേ, ആ വണ്ണം കൂടിയ മെഴുകുതിരിയാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ ഇങ്ങനെ ഇത് സൈഡിൽ ഒലിച്ചൊന്നും പോവില്ല. ഓക്കെ. അപ്പം ഞാൻ ചേച്ചിക്ക് പറഞ്ഞുതരാം, പ്രേക്ഷകർക്കും ഇതൊന്ന് മനസ്സിലാവും. നമ്മൾ എന്താ ചെയ്യണമെന്ന് മെഴുകുതിരി കത്തിക്കുക. സോ ഇതിൽ കുറേ സീക്രട്ട് ഉണ്ട്, അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ മെഴുകുതിരി നമ്മൾ കത്തിച്ചു. ഓക്കെ, മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ ഓരോ അഗ്നിക്കും പ്രത്യേകത ഉണ്ട്. അതായത് ഇപ്പോൾ ഈ മെഴുകുതിരിയുടെ അഗ്നിയും അമ്പലത്തിലുള്ള അഗ്നിയും പ്രത്യേകതയുണ്ട്. അതായത് അമ്പലത്തിൽ തിരി കത്തിക്കുമ്പോൾ ഉള്ള അഗ്നി ത്രികോണാകൃതിയിലെ കത്താം, ത്രികോണാകൃതി. മെഴുകുതിരിയുടെ അഗ്നി ഒരു ഓവൽ ഷേപ്പിലേക്ക് കത്താം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മെഴുകുതിരിയുടെ അഗ്നിക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഈ മെഴുകുതിരി അഗ്നിയുടെ ഉള്ളിലൊരു ഹോൾ ഉണ്ടാവും.
അതായത് മെഴുകുതിരിന്ന് കത്തുന്ന ഈ അഗ്നി ഉണ്ടല്ലോ, വലിയ അഗ്നിയാണെങ്കിൽ ആ ചെറുതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആ തിരി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ഹോൾ ഉണ്ടായിരിക്കും. നമ്മൾ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഒരു ഹോൾ അതിനകത്തുണ്ടാവും. അതാണ് മെഴുകുതിരിക്ക് പ്രാധാന്യം കൂടുതലുള്ളത്. അതിനുള്ളിൽ അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ അതുണ്ടാവില്ലേ, വിളക്കിൻ്റെ അഗ്നി എന്ന് പറയുന്നത് ത്രികോണ ഷേപ്പായിരിക്കും, ഇത് ഓവൽ ഷേപ്പായിരിക്കും. ഇപ്പം നമ്മളെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇത് പ്രേക്ഷകരും കൂട്ടിയിട്ട് പറയണത്, ഇതെങ്ങനെയാണ് എൻ്റെ സീക്രട്ട് എന്നുണ്ടെങ്കിൽ, ഈ മെഴുകുതിരിയുടെ തീയിലല്ല നോക്കേണ്ടത്. മെഴുകുതിരിയുടെ ഈ സൈഡിലുള്ള ആ ഒരു ലോക്കിംഗ് പോയിന്റ് ഉണ്ട്. അതായത് ഈ മെഴുകുതിരിനെ നമ്മൾ നോക്കുമ്പോൾ മെഴുകുതിരിയുടെ അഗ്നിയിലേക്ക് നോക്കരുത്, അതിൻ്റെ സൈഡിലുള്ളൊരു ഓറ എന്ന സംഭവം. ഈ ഓവലായിട്ട് കാണുന്ന ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ എഡ്ജിൽ ഒരു ഓറ ലെയർ ഉണ്ട്, ഒരു ലെയർ. അത് രാത്രിയിൽ കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ ലെയറിനെയാണ് നോക്കേണ്ടത്. അത് മാത്രമല്ല, ഇത് വെക്കേണ്ടത് നമ്മളുടെ നെറ്റിയിൽ നിന്നും നമ്മുടെ ഈ ഫിംഗർ ഉണ്ടല്ലോ, അതായത് ഈ തള്ളവിരലും ഈ നടുവിരലും നമ്മൾ എത്രയാണോ അകലം വരുന്നത് ആ അകലത്തിലാണ് മെഴുകുതിരി പിടിക്കേണ്ടത്. ചില ആളുകൾ ഷോർട്ട് സൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾ മെഴുകുതിരി പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എവിടെയാണോ മെഴുകുതിരി ഫോക്കസ് ആവുന്നത്, ചിലപ്പോൾ ചിലർക്ക് കണ്ണിൻ്റെ ദൃഷ്ടിക്കനുസരിച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ആ ലെവലിലാണ് മെഴുകുതിരി വെക്കാൻ. ഇതിങ്ങനെയല്ല വെക്കേണ്ടത്, ഇത് കുത്തി നിവർത്തിയിട്ട് വേണം വെക്കാൻ. നമ്മുടെ നെറ്റിൻ്റെ നേരെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നെറ്റിന് നേരെ, കറക്റ്റ് നെറ്റിന് നേരെ 3.5 ഹൈറ്റ് എന്നാണ് പറയാം, നമ്മുടെ നെറ്റിന് നേരെയാണ് മെഴുകുതിരി ഹൈറ്റിൽ വെക്കണം. ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്, അതൊക്കെ ആമസോണിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ത്രാട്ടിക മെഡിറ്റേഷൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്റ്റാൻഡ് കിട്ടും. ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ മെഴുകുതിരി വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ നേരെയാണ് മെഴുകുതിരി വെക്കേണ്ടത്. ഇത് രാത്രി ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വീടിനകത്ത്, പകലാലും കുഴപ്പമില്ല, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെളിച്ചം വരാണ്ട് നമ്മൾ ഈ മെഴുകുതിരിനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കി നിൽക്കുമ്പോൾ മെഴുകുതിരിനെ നോക്കരുതെന്ന് പറഞ്ഞു തീയുടെ ആ ലെയർ ഓറേനെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 സെക്കൻഡ് നോക്കുക, അല്ലെങ്കിൽ 20 സെക്കൻഡ് നോക്കിയിട്ട് ഈ മെഴുകുതിരി നമ്മൾ ഊതിക്കെടുത്താം. 10 20 സെക്കൻഡ് നമ്മൾ കണ്ണടയ്ക്കാതെ നോക്കിയിരുന്നതിന് ശേഷം ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളിതിന് ഊതിക്കെടുത്തുമ്പോൾ ഊതുന്ന സമയത്തും നമ്മുടെ കണ്ണും അടച്ചിരിക്കണം. അതായത് കണ്ണടയ്ക്കുന്നതും ഊതുന്നതും ഒരേ ടൈമിലായിരിക്കണം. ഇതിന്റെ സയൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് രണ്ടും ഒരേ സമയത്താവണം. ഇപ്പോൾ ഉദാഹരണം അതിന്റെ പ്രഷർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാത്രിയിൽ ടി വി മാത്രം വെച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ടി വി സ്വിച്ചിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് ടി വി ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്വിച്ച് ബോർഡിലേക്ക് നടന്നു പോയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. ഈ ഓഫ് ആവുന്നതും ഓൺ ആവുന്നതും തമ്മിൽ ഡിഫറൻറ്റ് വരാൻ പാടില്ല കണ്ണിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഊതിക്കെടുത്തുന്ന അതേ സമയത്തിന് കണ്ണടയ്ക്കുക. ഇത് എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ സീക്രട്ട് ഈ പറയുന്നത്, ഈ കണ്ണടയ്ക്കുന്ന സമയത്ത് ഈ അഗ്നി ഊതിക്കെടുത്തതിന് ശേഷം ഈ അഗ്നി നമ്മുടെ നെറ്റത്ത് ഇവിടെ ഉണ്ടാവും. നമ്മൾ കുറച്ച് നേരം ടോർച്ചിലേക്കൊക്കെ നോക്കിയിട്ട് കണ്ണടച്ച് കഴിഞ്ഞാൽ ആ റൗണ്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ അഗ്നി എവിടെ ഉണ്ടാവും? നമ്മുടെ ഈ നെറ്റത്ത് ഇങ്ങനെ ചെറിയൊരു പൊട്ട് പോലെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടാവും. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. നമ്മുടെ കണ്ണിന് ഉള്ളിൽ വന്ന് നമ്മൾ ആ കാഴ്ചയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതന്നെ. അതെന്താ സംഭവിക്കുന്നറിയോ? നമ്മുടെ ഉള്ളിൽ ആത്മാവെന്ന് പറഞ്ഞൊരു അഗ്നി ഉണ്ടല്ലോ, തീ ഉണ്ടല്ലോ. ആ തീനെയും ഈ അഗ്നിയെയും തമ്മിൽ കണക്ട് ചെയ്യാനാണ്. ആത്മാവിനെ ആത്മാവ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കത്തിച്ച് നിർത്താനാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കണത്. ഇതൊക്കെ പണ്ടത്തെ സിദ്ധന്മാർ കണ്ടുപിടിച്ചതാ. അപ്പോൾ ഈ ഒരു അഗ്നി യേശുക്രിസ്തുവും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്നിയെ നമ്മൾ നോക്കിയതിനു ശേഷം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും അഗ്നിയെ നോക്കിക്കൊണ്ടിരിക്കുക, ഊതിക്കെടുത്തുക, എന്നിട്ട് കണ്ണടയ്ക്കുക 1 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കണ്ണടയ്ക്കുക. അപ്പോൾ അഗ്നി ഇങ്ങനെ ഓടുന്നത് കാണാൻ പറ്റും. അതിനെ പിടിച്ച് സെൻട്രൽ നിർത്തുക, നമ്മുടെ മനഃശക്തി കൊണ്ട് സെൻട്രൽ നിർത്തുക. വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കത്തിക്കണം. 10 സെക്കൻഡ് നോക്കാം. 10 സെക്കൻഡ് നോക്കാം, വീണ്ടും ഊതിക്കെടുത്താൽ കണ്ണടച്ചിട്ട് അഗ്നി നോക്കാം. അപ്പോൾ വെളിച്ചം പാടില്ല, വെളിച്ചമില്ലാത്ത റൂമിലാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഏത് സമയമൊന്നും ഇല്ല കേട്ടോ, ഏത് ടൈമിലും ചെയ്യാം, രാത്രിയോ പകലോ എപ്പോൾ വേണം, വെളിച്ചം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. അതിനുശേഷം വീണ്ടും നോക്കുക, വീണ്ടും ഊതിക്കെടുത്താൽ, വീണ്ടും നോക്കുക, വീണ്ടും ഊതിക്കെടുത്താൽ. ഇത് കണ്ടിന്യൂ ഒരു 3 ദിവസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ അഗ്നി നമ്മൾ ഊതിക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണടച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ അഗ്നി കറക്റ്റ് ഇത് കത്തുന്നത് പോലെ തന്നെ അഗ്നി കത്തിക്കെടുക്കുന്നുണ്ടാവും, ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാഞ്ഞ് പോവും. അതിൽ ആ മാഞ്ഞ് പോണ സമയത്ത് അവസാനം ഒരു കളറിലേക്ക് വരും. യെല്ലോ, റെഡ്, ഗ്രീൻ, പർപ്പിൾ, ഇങ്ങനെ ബ്ലൂ, ഈ 5 കളറിലാണ് ഇത് ഓരോരുത്തർ കാണാൻ പറ്റുക. അപ്പം മഞ്ഞ കാണുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഇത് പഠിക്കാൻ പറ്റും. റെഡ് കാണുകയാണെങ്കിൽ അവർ ചെറുപ്പത്തിലെ മെൻ്റൽ ട്രോമ എന്തോ ഉണ്ട്, ആ ട്രോമ ചെറുപ്പത്തിൽ എന്തോ ഒരു പേടിച്ച് ഭയമുണ്ടാവും. ആ ഭയമുള്ളവർക്കാണ് റെഡിൽ കാണാം. അപ്പോൾ അവർക്ക് കുറച്ച് സമയം പിടിക്കും ഇത് മാറി കിട്ടാൻ. ബ്ലൂവിൽ കാണുകയാണെങ്കിൽ, ബ്ലൂ കളർ കാണുകയാണെങ്കിൽ പോകുന്ന വഴി, അതായത് അവർ കറക്റ്റ് റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കണം എന്നർത്ഥം, കറക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കണം എന്നർത്ഥം. പെർപ്പിൾ കാണുകയാണെങ്കിൽ സമയം പിടിക്കും. ഗ്രീൻ കാണുകയാണെങ്കിലും ഫാസ്റ്റ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മളറിയാലോ, റെഡ്, യെല്ലോ, ഗ്രീൻ കത്തിയ പിന്നെ വണ്ടി പോകാന്നാണ് അർത്ഥം. നമ്മളിത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കലി മഞ്ഞ കാണണേ അല്ലെങ്കിൽ റെഡ് കാണണം ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കണ്ടെങ്കിലോ. തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ പ്രധാനം.
നമുക്ക് ഇത് സമയം പിടിക്കുന്നു, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ മിത്രാത്മജൻ്റെ വീഡിയോ കണ്ടു, അലക്സാണ്ടർ വീഡിയോ കണ്ടു, ഞാനിത് 1 മാസം ചെയ്ത് നോക്കി നടക്കണില്ലല്ലോ എന്ന് പറയരുത്. കാരണം പച്ച കാണുന്നവന് ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോകാം, യെല്ലോ കാണുന്നവൻ പെർഫെക്റ്റ് ആണ്. റെഡ് കാണുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് സമയം പിടിക്കൂലേ, അവന് തന്നെ അറിയാം. നേരെ മറിച്ച് ഞാൻ ജനങ്ങളെ പറ്റിക്കാൻ തുല്യോ ഒപ്പം. അപ്പോൾ ആ ഏത് കളറാണോ കാണുന്നത് അതനുസരിച്ച് അവനെ എത്ര ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ആ അഗ്നിനെ നമ്മൾ ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്ത് 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണ്ടോ, 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണ്ടോ, അല്ലാണ്ട് അധികം ഒരു മണിക്കൂർ 2 മണിക്കൂറൊന്നും ചെയ്യരുത്. വെറും 15 മിനിറ്റ് വേണ്ടു. അപ്പോൾ ഇത് ചെയ്തിട്ട് പിന്നെ ഊതി കഴിയുമ്പോൾ ഈ അഗ്നി കത്തി നിൽക്കുന്നുണ്ടാവും. ഇതേപോലെ നല്ല പ്രകാശത്തിൽ, ഇതിനേക്കാളും പ്രകാശത്തിൽ ഈ അഗ്നി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഗ്നിനെ നമ്മൾ നമ്മുടെ മനഃശക്തി കൊണ്ട് പിടിച്ച് വലിക്കണം, ഇങ്ങോട്ട് ആകർഷിച്ച് തീ വലുതാവും അഗ്നി. അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും ഇങ്ങനെ ഊതി കിടത്താൽ വീണ്ടും അഗ്നി കാണുന്നു, അഗ്നിയെ വീണ്ടും വലിച്ചടിപ്പിക്കുന്നു, വീണ്ടും അഗ്നി മാഞ്ഞു പോകുന്നു, വീണ്ടും കത്തിക്കുന്നു, വീണ്ടും ഊതി കിടത്തുന്നു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ അഗ്നിനെ ഓരോ പ്രാവശ്യം അഗ്നിനെ വലിച്ച് അഗ്നി നമ്മുടെ മനസ്സിലേക്ക്, അതായത് നമ്മുടെ നെറ്റിയിലേക്ക് കയറും. ഈ അഗ്നി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുക വെളിച്ചമായിരിക്കും. നമ്മൾ സാധാരണ നമ്മൾ കണ്ണടച്ചാൽ എന്താ കാണാൻ പറ്റുക, ഇരുട്ടല്ലേ. ബട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് 1 മാസം കഴിഞ്ഞാൽ ഈ വെളിച്ചം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പാല് പോലെ ഒരു വെളിച്ചം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് അല്ലില്ല, ആജ്ഞാചക്രം അപ്പോഴും തുറക്കുന്നില്ല. നമ്മുടെ ആത്മാവും ഈ വെളിച്ചം തമ്മിൽ സിങ്ക് ആവുക എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ നമുക്ക് സ്ക്രീൻ നമ്മൾ തിയേറ്ററിൽ കാണുന്ന പോലെ വെളുപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് കളർ ചിലപ്പോൾ എല്ലാവരും കാണാൻ പറ്റുക, ചിലർക്ക് നല്ല പാല് പോലെ വെളുത്തത്, ചിലർക്ക് ചെറിയൊരു ലൈറ്റ് മഞ്ഞ, അങ്ങനെ വെളിച്ചം. പിന്നെ എപ്പോൾ കണ്ണടച്ചാലും, അതായത് ഇത് ചെയ്തിട്ട് നിങ്ങൾ എനി ടൈം എപ്പോൾ നിങ്ങൾ കണ്ണടച്ചാലും, അത് ഉറങ്ങുമ്പോൾ ആയാലും പകലായാലും രാത്രിയായാലും എപ്പോൾ കണ്ണടച്ചാലും നെറ്റിയിൽ വെളിച്ചം കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് കമൻസ് വരാൻ സാധ്യതയുണ്ട്. കുറേ പേര് എൻ്റെ കോഴ്സിൽ പങ്കെടുത്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ കുറേ പേർക്ക് 1 മാസം കൊണ്ട് തന്നെ വെളിച്ചം, ഒറ്റ മാസം കൊണ്ട് തന്നെ തലയിൽ വെളിച്ചം. ഈ വെളിച്ചം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഞാനിത് ഫുള്ളായിട്ട് പറഞ്ഞുതരാം കേട്ടോ, കാരണം ഈ വീഡിയോ ആണ് ഇതിൻ്റെ പ്രൂഫ്. ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ വെളിച്ചം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ എന്ത് കാണാം, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇതേ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അഗ്നി കത്തിക്കുക, വെളിച്ചം വരുത്തുക, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് ഓരോ തവണ ഇത് ചെയ്യുമ്പോഴും ഒരു ചെറിയൊരു ഹണീബീനെ കാണാൻ പറ്റും. ഒരു ചെറിയൊരു പൊട്ട് പോലെ പ്രകാശം കാണാൻ പറ്റും ആ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ. ആ പൊട്ട് പോലെ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രകാശത്തിനെ ഇടത്തോട്ട് തിരിക്കണം, ഒരിക്കലും വലത്തോട്ട് തിരിക്കരുത്. ആൻറ്റി ക്ലോക്ക് വൈസ്, ഞാൻ പറഞ്ഞു രാഹു ഇടത്തോട്ടാണ് തിരിയുക, രാഹും കേതും ഇടത്തോട്ട് തിരിയുക. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് തിരിക്കണം. ഇങ്ങോട്ട് ഇതിന് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരിയുന്നതിൻ്റെ ഉള്ളിൽ, അതായത് ഈ വെളിച്ചം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, പല കളറും ചെറിയ കളർ കോമ്പിനേഷൻ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ സെൻറ്ററിൽ ഒരു വെളിച്ചം കാണാൻ പറ്റും. ഇതിനെ വിളിക്കുന്നത് ഹണീബി, ഒരു തേനീച്ച പോലെ ഹണീബി. ആ ഹണീബിയാണ് ഇപ്പോൾ മരിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പകുതി മരിച്ചിട്ട് ജീവിച്ചു വന്നവർ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഹണീബി പോകണ കൊണ്ട് ഒരു തുരങ്കത്തിനുള്ളിലൂടെ പോയി ഒരു ഹണീബിയുടെ പുറകിൽ പോയി കേട്ടിട്ടുണ്ട്. അതാണ് ഈ സാധനം. ആ ഹണീബിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഹണീബിയുടെ പുറകിലേക്ക് പോവാം. അപ്പോൾ ആ ഹണീബിയുടെ പുറകിൽ ഏകദേശം ഒരു 15-20 ദിവസം. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര ദിവസമായി, ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് 1.5 മാസമായിട്ടാണ്. കറക്റ്റ് ഒരു 1.5 മാസം കഴിയുമ്പോൾ നമുക്ക് ഹണീബിന് കിട്ടും, തുരങ്കവും കിട്ടും, ഒരു തുരങ്കം. ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ ഹണീബി നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കും. ഇതിനെ വിളിക്കുന്നത് പറഞ്ഞാൽ ആസ്ട്രോ ട്രാവലിംഗ്. അപ്പോൾ ആസ്ട്രോ ട്രാവലിംഗ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, ആസ്ട്രോ വിഷനിലേക്ക് കിടക്കണം. നമ്മൾ ആസ്ട്രോ ധ്യാനം കഴിഞ്ഞ് ആസ്ട്രോ ട്രാവലിംഗ് അപ്പോൾ ഈ ട്രാവൽ ചെയ്തിട്ട് ഒരു 15 ദിവസം കൂടി ട്രാവൽ ചെയ്യും. അപ്പോൾ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗുഹയുടെ ഉള്ളിലൂടെ ഹണീബി കൊണ്ടിട്ട് ഗുഹ ഓപ്പൺ ആവും. അതായത് ഗുഹയുടെ എൻഡ് കടന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പ്രകൃതിയിലേക്ക് കിടക്കും. പിന്നെ നമുക്ക് മരങ്ങൾ, വെള്ളച്ചാട്ടം, പുഴ, നദി, ഇതൊക്കെ മലകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഹണീബി അതിലൂടെയും നമ്മളൊരു 10 ദിവസം കൊണ്ടുപോകും. അപ്പോൾ ഏകദേശം 2.5 മാസം. ഈ 2.5 മാസം കഴിയുമ്പോൾ പിന്നെ ഹണീബി പോണത് ആകാശത്തേക്കാണ്. നമ്മളെ കൊണ്ട് ഇതിന് ആകാശത്തേക്ക് പോകും. ഇത് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുത്തതാണ്. കുറേ പേര് ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, ഏത് തുരങ്കത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തി പിന്നെ ആകാശത്തേക്ക് പോകും ഫൈനൽ സ്റ്റേജ്. അപ്പോഴേക്കും ഇതൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 3 മാസം കഴിയും. ഈ നമ്മൾ ആകാശത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അതായത് സ്റ്റാറിലേക്ക് കൊണ്ടുപോകും ഹണീബി. ഈ ഹണീബി ഇങ്ങനെ നമ്മുടെ സ്റ്റാറിലേക്ക് ആകാശത്തേക്ക് പോകും, നേരെ മുകളിലേക്ക് പോകും. അതൊരു 3 മാസമൊക്കെ കവർ ചെയ്യും. 3 മാസം കഴിയുമ്പോൾ ഇത് നേരെ ആകാശത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് സ്റ്റാറുകൾ കാണാൻ പറ്റും, നക്ഷത്രങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഹണീബി നക്ഷത്രങ്ങളുടെ ഉള്ളിലൂടെ പോകും, സ്റ്റാറിൻ്റെ ഉള്ളിലൂടെ നക്ഷത്രം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ സിനിമ കാണുന്ന പോലെ ഹണീബി മുമ്പോട്ട് പോകുന്നുണ്ടാവും, നക്ഷത്രങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും ഈ മെഴുകുതിരി കത്തിച്ച് പ്രാക്ടീസ് ആണ് കേട്ടോ. അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. മെഴുകുതിരി കഴിയുമ്പോൾ വേറെ മെഴുകുതിരി മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സ്റ്റാറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ സ്റ്റാറിന് നോക്കരുത്.
നമ്മൾ ഫോക്കസ് എന്ത് ചെയ്യണം, ഈ ഹണീബിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇത് ഒരു മാസം കഴിയുമ്പോൾ ഈ സ്റ്റാറുകൾക്ക് ജീവൻ വെക്കുക എന്ന് പറയും. ഈ സ്റ്റാറുകൾ ഇങ്ങനെ പോയി നല്ല രസമാണ് അത് കേട്ടോ. കുറേ നമ്മളിരിക്കും ഇതിങ്ങനെ ബോറടിക്കുമെന്ന്. ഒരിക്കലും ബോറടിക്കില്ല, ഇതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാറുകൾ ഇങ്ങനെ പോയതിനു ശേഷം ഈ സ്റ്റാറുകൾക്ക് ജീവൻ വരാമെന്ന് പറയും. ഈ സ്റ്റാറുകൾ ഓരോ മനുഷ്യരുടെ ഫേസിലേക്ക് വരും. അപ്പോഴും ഹണിബി പോണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റാറുകൾ മുഖവുമായിട്ട് ബന്ധപ്പെട്ട് പോകും. പിന്നെ സ്റ്റാറല്ല കാണാൻ പറ്റുക, ഓരോരുത്തരുടെ തലകൾ ഇങ്ങനെ മുഖം കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ മുഖത്തിനെ നോക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, നോക്കി നിൽക്കാൻ പാടില്ല. ഈ മുഖങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമുക്ക്. പിറ്റേ ദിവസം യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതെല്ലാം മെഴുകുതിരി കത്തിച്ച് അണച്ചതിന് ശേഷം ഇത് ഡെയിലി കണ്ടിന്യൂ ചെയ്യണം. മെഴുകുതിരി ഊതിക്കെടുത്തി കഴിയുമ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ പോവും. ഇത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് ഊതിക്കെടുത്തി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർ ഇങ്ങനെ പോവുക. അത് അപ്പോൾ ടൈം ഡ്യൂറേഷൻ കൂടും. അപ്പോൾ 5 മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റും. മറ്റേത് 1 മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ അല്ലാണ്ട് ആദ്യം ഭൂതം വീണ്ടും വേണ്ട, വീണ്ടും തുരങ്കത്തൊന്നും പോകണ്ട, സ്റ്റാർസിനെ കാണുള്ളൂ. അങ്ങനെ കറക്റ്റ്. കാരണം കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഫേസുകൾ വരും, മുഖം. ഈ മുഖം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ പിറ്റേ ദിവസം കാണുന്നവരൊക്കെ ഈ ഫേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ കാണുന്ന ആളുകളുടെ ഈ മുഖമൊക്കെ, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, അതുപോലെ തന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ ബസ്സിൽ അടുത്തിരിക്കുന്ന ആൾ, ഇതൊക്കെ ഈ ഫേസിലുണ്ടാവും. അപ്പൊ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പോയിട്ട് നടക്കാൻ പോകുന്ന ആ മുഖങ്ങളായിരിക്കും കാണാം. ഇല്ല, ഓർക്കില്ല. അല്ല, ഓർക്കും. നമ്മളിപ്പോ രാത്രിയിൽ ഇത് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഫേസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫേസ്, അതെ, അല്ലില്ല, നമ്മുടെ ഫേസ് കറക്റ്റ് ഇങ്ങനെ പോവും. ഇപ്പൊ നമ്മളിപ്പോ നടന്നു പോകും റോട്ടിൽ കൂടെ, കുറെ ആളുകൾ നടന്നു പോകും. നമ്മൾ അവരുടെ മുഖത്ത് ജസ്റ്റ് നോക്കൂലോ, അല്ലാണ്ട് നമ്മളവരെ കോൺസെൻട്രേറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ അവർ നോക്കാണ്ട് നമ്മൾ ജസ്റ്റ് നോക്കും. പിന്നെ ആ പെണ്ണിനെ വീണ്ടും വരും, ഇതല്ലേ വീണ്ടും കണ്ട പെണ്ണ് നമ്മൾ ചിന്തിക്കില്ല, അല്ലെങ്കിൽ വീണ്ടും കണ്ട ചെക്കൻ ചിന്തിക്കില്ല. അതേപോലെ തന്നെ അപ്പോൾ ആ മുഖം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഖം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഫേസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ മുഖമല്ലേ നമ്മൾ ഇന്നലെ രാത്രി കണ്ട, അങ്ങനെ കൺഫ്യൂഷൻ വരും. നമ്മൾ അതിലേക്കൊന്നും പോകരുത്. അതിനുശേഷം നക്ഷത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന, നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ് ഉണ്ട്, ഒരു അഗ്നി. ശിവലിംഗം പോലൊരു അഗ്നിയാണത്. അങ്ങനെ ആ ശിവലിംഗം പോലെ ഒരു അഗ്നിയിലേക്ക് നമ്മൾ എത്തും. ആ എത്തിക്കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ എൻഡ് സ്റ്റേജ്. അതായത് ത്രാടക അല്ലെങ്കിൽ ത്രാട്ടിക, ത്രാടക് മെഡിറ്റേഷൻ, ത്രാടക്, അങ്ങനെ പല രീതിയിലും പല രാജ്യങ്ങളിലും പല ഭാഷയിലും ഇത് അറിയപ്പെടും. ത്രാണനം, എന്ന് പറഞ്ഞാൽ ത്രണിക്കുക, ത്രാടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രണിക്കുക, ചലിക്കുക, യാത്ര ചെയ്യുക, മൂവ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ എൻഡാണ്. ഈ എൻഡിലേക്ക് എത്തുന്നവൻ ആരാണോ, ഈ എൻഡിലേക്ക് എത്താൻ ടോട്ടലി 6 മന്താണ് പീരീഡ്. 6 മാസം കൊണ്ട് കണ്ടിന്യൂ ഡെയിലി ചെയ്യുന്നവർക്ക് 6 മാസം കൊണ്ട് എത്താൻ പറ്റും. ഈ 6 മാസം കൊണ്ട് ആ വരുന്ന ശിവലിംഗത്തിലേക്ക് നമ്മൾ ശിവലിംഗം പോലെ, സ്വർണ്ണ ശിവലിംഗം പോലെ ഒരു ശിവലിംഗത്തെ കാണാൻ പറ്റും. ശിവലിംഗം അല്ല അത്, നമ്മുടെ ഇവിടെ ശിവലിംഗമല്ല, അതുപോലെ ഒരു ഊർജ്ജ സ്രോതസ്. കാരണം ശിവലിംഗം പോലെയുള്ള ഇപ്പം പെട്രോളിയൊക്കെ ശേഖരിച്ച് ചെയ്യുന്ന അതുപോലത്തെ കൂടാരം പോലെയല്ലേ. അപ്പോൾ അത് ശിവലിംഗം എന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു രൂപം. ആ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയൊരു സ്വർണത്തിൻ്റെ പ്രകാശം, പിന്നെ സ്വർണ്ണപ്രകാശം വരും. ഈ ഗോൾഡൻ പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോൾ കണ്ണടച്ചാലും ഒരാളെ നോക്കിയിട്ട്, ഇപ്പോൾ നമ്മുടെ അടുത്ത ഒരാൾ വന്നു, അയാളെ നോക്കിയിട്ട് കണ്ണടച്ചാൽ അയാൾ പോയ വഴികൾ, അയാളുടെ വിവാഹം, അയാൾ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിലൂടെ ഓടിപ്പോവും. നമുക്കതിന് സ്റ്റോപ്പ് ചെയ്യാം, റിവേഴ്സ് പോവാം, ഫ്രണ്ടിലേക്ക് പോവാം, എല്ലാം ചെയ്യാൻ നടത്തും. അപ്പോൾ അതിന് മനസ്സിലായോ? ഇതാണ് ത്രാടക മിഷൻ്റെ ഏറ്റവും അവസാന ഫൈനൽ സ്റ്റേജ്. പക്ഷേ അങ്ങനെ ഫൈനൽ സ്റ്റേജ് ആളുകളൊന്നുമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് ചോദിക്കും, ചേച്ചി അങ്ങനെ മിസ്റ്റർ മിത്രാത്മജൻ താങ്കൾ എവിടം വരെ എത്തി എന്ന് ചോദിക്കാമല്ലോ. ഞാൻ പ്രാക്ടീസ് ചെയ്ത് അഗ്നിയെ എടുത്ത് വെളിച്ചം വരുത്തിയ ഒരാളാണ്. വെളിച്ചം വരുത്തി. പിന്നെ അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാ? ത്രാടക മെഡിറ്റേഷൻ ആയാലും ധ്യാനം ചെയ്യുന്നവർ യോഗക്ക് എന്തിനാ ചെയ്യണേ? ഒന്നല്ല ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആരോഗ്യത്തോടെ എന്തിനാ ഇരിക്കണേ? നമുക്ക് കുറേ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ ഈ ത്രാടക എന്ന് പറഞ്ഞ ഈ മെഡിറ്റേഷനാണ് എൻ്റെ കർമ്മത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ ത്രാടക മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, അവസാനം ഈ സ്വർണ്ണ ശിവലിംഗം കണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ കാണാനല്ല, നിങ്ങളുടെ കർമ്മത്തിലേക്ക് അഗ്നി, നിങ്ങളുടെ ആത്മാവിനെ അഗ്നിയും ബന്ധപ്പെടുത്തി ആത്മാവ് ആക്ടിവേറ്റായി നിങ്ങളുടെ കർമ്മത്തിലേക്ക് കറക്റ്റ് കൊണ്ടുപോകും. അപ്പോൾ ഇത് ചില ആളുകൾ 3 മാസം ചെയ്തിട്ട് നിർത്തും. 3 മാസം ഒക്കെ, അല്ലെങ്കിൽ ഒരു 5 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നിർത്തുന്നതിൻ്റെ കാരണം ഇവരെ കർമ്മ കറക്റ്റ് കണക്റ്റ് ആവും. ആത്മാവുമായിട്ടാണല്ലോ ഈ അഗ്നി കണക്റ്റ് ആവുന്നത്. അപ്പോൾ കർമ്മ കണ്ടുമ്പോൾ അവരത് നിർത്തിയിട്ട് ആത്മാവിൻ്റെ ഡയറക്ഷനിലേക്ക് പോകും. ആത്മാവിൻ്റെ ഡയറക്ഷനിലേക്ക് പോയി ആ കർമ്മത്തിലേക്ക് പോകുന്നർത്ഥം. കർമ്മമില്ലാതെ മുക്തിയിലേക്ക് പോകാനാണ്
ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മുക്തിയിലേക്ക് എത്തും. അപ്പോൾ കർമ്മത്തിലേക്ക് പോകണോ മുക്തിയിലേക്ക് പോകണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എനിക്ക് കർമ്മത്തിലേക്കാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ത്രാട്ടക മെഡിറ്റേഷൻ ചെയ്ത് വെളിച്ചം വന്നപ്പോൾ ഞാൻ കർമ്മത്തിലേക്ക് പോയി. നേരെ മറിച്ച് മുക്തിയിലേക്ക് പോയാൽ കല്യാണം വേണ്ട, ഭാര്യ വേണ്ട, കുട്ടികൾ വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ടെൻഷൻ. ഇപ്പം അങ്ങനെ പോയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റേജ്. അപ്പോൾ ഞാൻ കർമ്മത്തിലേക്ക് പോയി. മുക്തിയിലേക്ക് പോകുന്ന ആളുകൾ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക, അവർ മുക്തിയിലേക്ക് പോകും. അപ്പോൾ മുക്തിയിലേക്ക് പോയ പ്രശ്നം എന്താ? വീട്ടിൽ നിന്ന് അടിച്ചുപിടിപ്പിക്കും, നാട്ടിൽ നിന്ന് അടിച്ചുപിടിപ്പിക്കും, നാടും വീടൊന്നും ഇല്ലാണ്ട് വിദേശത്തോ അമേരിക്കയിലൊക്കെ പോയിട്ട് പണിയെടുക്കേണ്ടി വരും എന്നർത്ഥം. കാരണം വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വിടും. അങ്ങനെ സിദ്ധന്മാരിലേക്കും അഘോരികളിലേക്കും സിദ്ധന്മാരിലേക്കും പൂജ വഴിപാട് മന്ത്രത്തിലേക്കൊക്കെ നമ്മൾ കണക്റ്റഡ് ആയിട്ട് പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ പോകും. ഉണ്ട് കുറച്ച് പേര് അങ്ങനെ പോയിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഈ ഇതിലൂടെ പോയിട്ട് സിദ്ധന്മാരെ കണ്ടുമുട്ടി. അതായത് അപ്പോൾ അവർ ഇത് തന്നു, അവർ ദീക്ഷ തന്നു. അപ്പോൾ ദീക്ഷകൾ 3-4 ദീക്ഷ മേടിച്ചിട്ട് ദീക്ഷ കിട്ടിയിട്ട് പിന്നെ ദീക്ഷ എന്ന് പറഞ്ഞാൽ അത് ഒഴുകണമല്ലോ, ഒഴുകി പോകണമല്ലോ. അപ്പോൾ അവർ ദീക്ഷ മേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ പ്രശ്നങ്ങളൊന്നും തുടങ്ങി. അപ്പോൾ ഞാൻ ദീക്ഷ കളയാൻ പറഞ്ഞു. അപ്പോൾ ദീക്ഷ കളയാൻ ദീക്ഷ ഇങ്ങനെ കളയാന്നുണ്ടെങ്കിൽ 3 നദികൾ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ദൈവത്തെ വിചാരിച്ചിട്ട് നമ്മൾ മുങ്ങുമ്പോൾ പ്രാർത്ഥിക്കുക. അതായത് ഈ ദീക്ഷയും ഈ ദൈവത്തിൻ്റെ ദീക്ഷയും ഇതെല്ലാം എനിക്ക് വേണ്ട, ഇത് നിങ്ങൾ തന്നെ എടുത്തു എന്ന് പറയുമ്പോൾ മുങ്ങുമ്പോൾ വെള്ളത്തിലൂടെ നമ്മുടെ ബോഡിയിൽ നിന്നും കുംഭമേളയ്ക്ക് എവിടെയും 3 നദികൾ കൂടുന്ന സ്ഥലം എവിടെയും ത്രിവേണി സംഗമം എന്നാണ് തന്നെ പറയാം. 3 നദി കൂടുന്ന സ്ഥലത്ത് മുങ്ങിയിട്ട് നീ വരാം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്താൽ തന്നെ ഈ എനർജി വെള്ളം, അതായത് നമ്മുടെ ദീക്ഷയുടെ എനർജി വെള്ളം വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന അർത്ഥം. അപ്പോൾ ദീക്ഷ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. എവിടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 3 നദി കൂടുന്ന സ്ഥലത്ത് മുങ്ങിയിട്ട് പറഞ്ഞാൽ മതി, ദീക്ഷ എനിക്ക് വേണ്ട, ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദീക്ഷയും എത്ര വലിയ മഹാനായാലും എത്ര വലിയ ആളുന്ന ദീക്ഷയിലും നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും. ഇതാണ് ഈ ദീക്ഷ കിട്ടിയ ആളുകൾ ഒഴിവാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒഴിവാക്കാനുള്ള വഴി. പ്രകൃതി തന്നെ ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ട് സൈഡ് എഫക്റ്റും കാര്യമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. വെള്ളത്തിൽ മുങ്ങിയിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് സൈഡ് എഫക്റ്റും കാര്യമൊന്നും വരില്ല. ഇപ്പം ഈ മെഡിറ്റേഷൻ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ഭാഗത്ത് പല വെളിച്ചം കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കർമ്മയിലേക്ക് തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുന്നോട്ട് പിന്നെ പോകണം എന്ന് ഈ ഒരു ഭയം കൊണ്ടാണ് മുന്നോട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്രേക്ഷകരോട് എല്ലാവരും പറയാനുള്ളത്, അതായത് മുക്തിയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ മുക്തി മാർഗത്തിലൂടെ ചിലപ്പോൾ കല്യാണം കഴിക്കണം, ഫാമിലി ഇതൊന്നും ഇല്ലാത്ത ചിലപ്പോൾ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുറേ പേര്, എല്ലാവരും അല്ല, വളരെ കുറച്ച് പേര്. ചിലപ്പോൾ ഞാനും ഈ ആത്മീയ മേഖലയുള്ളതുകൊണ്ട് ഒരു പക്ഷേ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ മുക്തിയിലേക്ക് പോകും. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് കാര്യം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും പറ്റും. ഇത് 100%. ഇത് ഞാൻ കണ്ടുപിടിച്ചല്ല, ഇത് സിദ്ധന്മാർ കണ്ടുപിടിച്ചു. ഇത് ഞാൻ വെറുതെ എന്തെങ്കിലും ഇത് കണ്ടുപിടിച്ച് പറയാന്ന് വിചാരിക്കുന്നത്. കർമ്മയുടെ വഴി പോകുമ്പോഴത്തേക്കും അവിടെ വെച്ച് എന്തൊക്കെയാണ് ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പേര് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമല്ലോ. ആ നോക്കുന്നവരിൽ ഭൂരിഭാഗം പേരും കർമ്മയിലേക്കാണ് തിരിയുക. അവരുടെ കർമ്മം മനസ്സിലാക്കാൻ പറ്റും. ആ ജീവിത കർമ്മ ഓട്ടോമാറ്റിക് കണക്ട് ആത്മാവിനല്ലേ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആത്മാവ് തന്നെ അവനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നീ ഇങ്ങനെ പൊക്കോന്ന് പറയും. അപ്പൊ ഇത് നിർത്തിയിട്ട് അവര് കർമ്മത്തിലേക്ക് പോവുക. അപ്പൊ ഇതിലിപ്പോ ഒരു 1000 പേര് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ 999 പേരും കർമ്മയിലേക്ക് തിരിഞ്ഞു പോകും, ഞാനടക്കം. കർമ്മ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ ഈ ജ്യോതിഷത്തിൻ്റെ അടുത്ത് പോണതും അതുപോലെ തന്നെ മന്ത്രവാദിയുടെ അടുത്ത് പോണതൊക്കെ. തൻ്റെ കർമ്മ എന്താണ്, എന്തിനും എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യ വന്നു, ഇതൊക്കെ അറിയാനല്ലേ പോണേ. അപ്പൊ ഇത് അറിയിച്ചു തരും അവര്. അപ്പൊ നമ്മളെ നേരിട്ട് അപ്പൊ ഈ ത്രാടക മെഡിറ്റേഷൻ വിദേശികൾ ചെയ്യുന്നത് കർമ്മേനെ കണ്ടുപിടിക്കാനാണ്. അല്ല കർമ്മ പിന്നെ അപ്പം വീണ്ടും എഴുതി കത്തിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യം, മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മയിൽ പോകുന്നവൻ ചെയ്യണ്ട, കർമ്മയിൽ മുഴുകിയാൽ ഇപ്പൊ ഇതിപ്പോ ചെയ്യുന്ന ഒരാള് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെയും മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ആ മുഖ്യമന്ത്രി ഭാഗത്തിൽ പോയാൽ മതി. അല്ലെങ്കിൽ അതെ, 3 മാസം കൊണ്ട് ഇത് ചെയ്താൽ 3 മാസം കൊണ്ട് ഡെഫിനറ്റ്ലി പോണം. അപ്പൊ ത്രാടക മെഡിറ്റേഷൻ വിദേശികൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആത്മാവുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ കർമ്മത്തിനെ കിട്ടും. ആ കർമ്മ കറക്റ്റായിട്ട് പോകാൻ പറ്റും. അപ്പൊ അവർക്ക് ഈ ബുദ്ധിമുട്ട് വരില്ല. കറക്റ്റ് സമയത്ത് കല്യാണം നടക്കും, കറക്റ്റ് സമയത്ത് പണം വരും, കറക്റ്റ് സമയത്ത് വീട് പണിയും, കറക്റ്റ് സമയത്ത് ഇവർ കുട്ടികളുണ്ടാവും. ഏത് പ്രായത്തിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ആർക്കും കല്യാണം കഴിഞ്ഞ് ജോലിയും കിട്ടി ഒക്കെ കഴിഞ്ഞവർക്കും 90 വയസ്സായ അപ്പൂപ്പന്മാര് കാണുന്നുണ്ടെങ്കിലും അവർക്കും ഇത് വർക്ക് ചെയ്യും. ഓരോ പ്രായത്തിൽ ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഇല്ല, ഇതിന് പ്രായം, ലിംഗം, ഭേദം, സമയം ഇതൊന്നും കണക്റ്റഡ് അല്ല. രാഹുകാലം, യമകണ്ഠം ഒന്നും കണക്റ്റഡ്. അഗ്നി, തീ വന്നാൽ അവിടെ അത് പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്കാണ് പ്രാധാന്യം. എന്തിനു ലഭിച്ചു. അതുകൊണ്ട് ഇതിന് അഗ്നി വന്നാൽ പിന്നെ ഒന്നും അവിടെ പഞ്ചഭൂതങ്ങൾ വേറെ ഒന്നും വർക്ക് ചെയ്യില്ല. അവിടെ രാഹുകേതോ സൂര്യനോ ചന്ദ്രനോ ഒന്നുമില്ല, അഗ്നിക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അപ്പൊ അഗ്നിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് സമയമില്ല.
എപ്പോൾ വേണം ചെയ്യാം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാം, ബെഡിലിരുന്ന് ചെയ്യാം, കിടന്നുകൊണ്ട് ചെയ്യാം, ഇരുന്ന് ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. ഏതെങ്കിലും രീതിയിൽ അവർക്ക് മാനസികമായിട്ട് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അങ്ങനെ ബുദ്ധിമുട്ട് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞത് റെഡ് കാണുന്ന ആളുകൾക്ക് മെന്റൽ ട്രോമ ഉണ്ടാവും. അപ്പോൾ അവർ പേടിച്ച് നിർത്താൻ സാധ്യത. പിന്നെ അഗ്നിയാണല്ലോ, നെറ്റത്ത് തീ വരാന്ന് പറയുമ്പോൾ തീനെ നമുക്ക് എല്ലാവർക്കും പേടിയാണല്ലോ. അങ്ങനെ തീ കാണുന്ന സമയത്ത് ചില ആളുകൾക്ക് ഒരു ഭയമൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. ഉറക്കത്തിന് ബുദ്ധിമുട്ടോ ഒന്നുണ്ട്. നന്നായിട്ട് ഉറങ്ങാനാ പറ്റുക, നല്ല ഉറക്കം കിട്ടും, സമാധാനം കിട്ടും. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ വെളിച്ചം കാണാൻ പറ്റുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും. ഇതെന്തത് പണ്ടൊക്കെ നമ്മൾ കിടന്നുറങ്ങും, അതേ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ ഇരുട്ട് കാണുമ്പോൾ ഇപ്പൊ വെളിച്ചം കാണുമ്പോൾ ഒരു ഡൗട്ട് വരും, ഒരു പേടി. അങ്ങനെയൊന്നും വരുന്നില്ല, അങ്ങനെ വരില്ല. ബട്ട് വെളിച്ചം കാണുമ്പോൾ ഒരു ഭയം വരും. ഇതെന്ത് ഇരുട്ടല്ലല്ലോ, വെളിച്ചമാണ് കാണണമെന്ന് പറയുമ്പോൾ ഒരു ഇതിന് അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള അനുഭവമാണ് ഈ ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്റ്റുഡൻസുകളൊക്കെ ഇത് ചെയ്തു. ഞാൻ എന്തും ഇപ്പൊ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു അലസഞ്ചന നമ്മുടെ ഒരു വലിയൊരു ചാനലിൽ വന്നിട്ട് ലോകത്തിന് മുന്നിൽ ഒരു കാര്യം പറയുമ്പോൾ ഇത് കുറെ പേര് ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വെറുതെ പറയാൻ പറ്റില്ല. അവർക്കൊരു സംശയം തോന്നി, ഇതിങ്ങനെ കേട്ടിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതിയോ, അതോ ഗുരുവിന്റെ കീഴിലോ അല്ലെ ആരെങ്കിലും? ഇല്ല, അതിനാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഈ സീക്രട്ട് പറഞ്ഞത് അതിനാ. ഇനി ഗുരുവിന്റെ ആവശ്യമില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് ഇനി ഒരു ഗുരുവിന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി അഥവാ ഇനിയിപ്പോൾ ഒരു കോഴ്സ് ആരംഭിക്കണമൊക്കെ ജനം പറയുകയാണെങ്കിൽ, ഞാനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഴ്സ് ആരംഭിക്കണമെങ്കിൽ ഒരു കോഴ്സ് ആരംഭിക്കാം. ഇത് പറയുകയാണെങ്കിൽ മാത്രം ഒരു കോഴ്സ് ആരംഭിക്കാൻ. കാരണം ഒരു കോഴ്സ് കഴിഞ്ഞാണ്. അപ്പൊ അതിൽ ഒരുപാട് പേരുണ്ട്, അവരുടെ അഭിപ്രായമൊക്കെ ചിലപ്പോൾ കമന്റിൽ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് അത് പരീക്ഷിച്ച് നോക്കട്ടെ, പരീക്ഷിച്ച് നോക്കിയിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. അവരുടെ അനുഭവങ്ങൾ ഒരു കമന്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് പറയാം. ഓഫീസിൽ വരാം. അവർ ആ ഒരു ഏതൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നുപോയി, അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടിയതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയാൽ അപ്പോൾ അങ്ങനെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ കേൾക്കാത്ത, അല്ലെങ്കിൽ ഞാൻ കേട്ടില്ല, എനിക്കത് ഒരുപാട് ചിലപ്പോൾ കേട്ടവരുണ്ടാവും, എനിക്കറിയില്ലായിരുന്നു, പുതിയതായിരുന്നു. അപ്പം ആ ത്രാടക മെഡിറ്റേഷൻ അല്ലേ, വിശദമായിട്ട് പറഞ്ഞു തന്നു, ഇല്ല യാതൊന്നും ഹൈഡ് ചെയ്യാതെ അത്രയും വ്യക്തമായിട്ടാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. അതായത് എല്ലാവരും അഗ്നിയെ നോക്കിയിട്ട് കണ്ണടയ്ക്കാനും പറയാം. അങ്ങനെയല്ല, അഗ്നിയെ നോക്കരുത്. അഗ്നിയുടെ സൈഡിലുള്ള ആ ലെയർ, ആ ഓറേനെ നോക്കിയാലാണ് നമുക്ക് അഗ്നിയായിട്ട് കണ്ണടയ്ക്കുമ്പോൾ അഗ്നിയായിട്ട് യു ഷേപ്പിൽ അഗ്നിയായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കില്ല. അത് അപ്പൊ ഇവര് കണ്ണടച്ചിട്ട് കുറഞ്ഞ അഗ്നി കണക്ട് ആവണല്ലോ, തീ വരുന്നില്ലെന്ന് ഇവര് പാട്ടിന് പോകും. അങ്ങനെ അതാണ് നല്ലൊരു ഗുരുനാഥനെ കണ്ടുപിടിച്ചാലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ.